ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വചന പഠനത്തിനായിട്ട് 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം നമുക്ക് വായിക്കാം. 1 John chapter 2 verse 2. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും പാപത്തിനും തന്നെ. ഇവിടെ നമുക്ക് 2 കൂട്ടരെ കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന് ക്രിസ്തുവിനുള്ളവർ, ഒന്ന് ക്രിസ്തുവിന് ഉള്ളവർ, ഒന്ന് ക്രിസ്തുവിന് വെളിയിലുള്ളവർ. ഇവിടെ പറയുന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ച ഒരു കർത്താവിനെ ഇവിടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് നാം ക്രിസ്തുവിലായിരിക്കുന്ന നമുക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ച ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, എന്നാൽ സർവ്വലോകത്തിൻ്റെയും പാപത്തിനെന്ന് പറയുമ്പോൾ ഇതുവരെ ക്രിസ്തുവിലേക്ക് വരാത്തവരായിട്ടുള്ളവർ അല്ലെങ്കിൽ ക്രിസ്തുവിന് വെളിയിൽ നിന്നായിരിക്കുന്ന ഏവർക്കും പ്രായശ്ചിത്തം കഴിച്ച ഒരു കർത്താവിനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ പറ്റി ആകുമ്പോൾ, സർവ്വലോകത്തിൻ്റെയും എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി എന്ന പേരിൽ അറിയപ്പെടുന്നവരും ഇതിൽ ഉൾപ്പെടും. എന്നാൽ യഥാർത്ഥമായിരിക്കുന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ലാത്ത എല്ലാ ക്രിസ്ത്യാനികളും അല്ല വിശ്വാസികളുടെ മക്കളായിരിക്കുന്ന അല്ലെങ്കിൽ യഥാർത്ഥമായിരിക്കുന്ന ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാത്തതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ സർവ്വലോകത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിന് വെളിയിലുള്ളവരാണ്. അവരെയും ഈ 2-ാമത്തെ കൂട്ടത്തിലാണ് അവരെയും നമുക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ കൂട്ടത്തിൽ കർത്താവ് നമുക്കൊരു അഡ്വക്കേറ്റ് ആയിരിക്കുമ്പോൾ, 2-ാമത്തെ കൂട്ടർക്ക് പാപപരിഹാരത്തിനായുള്ള ഒരു രക്ഷകനായിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് ന്യായവിധിയില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവന് ന്യായവിധി ഉണ്ട് എന്നാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അപ്പോൾ ക്രിസ്തുവിന് വെളിയിലുള്ളവർക്ക് ന്യായവിധിയുണ്ട്, ക്രിസ്തുവിന് വെളിയിലുള്ളവർക്ക് അതേ രക്ഷയുടെ ആവശ്യമുണ്ട് എന്നാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വാക്യത്തിൽ കാണുന്ന 1-ാമത്തെ കൂട്ടരെക്കുറിച്ച് എന്തെങ്കിലും പറയുവാനല്ല ഈ ചെറിയ സന്ദേശം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ 2-ാമത്തെ കൂട്ട് അഥവാ സർവ്വലോകത്തിനു വേണ്ടി എന്ന് പറയുമ്പോൾ അഥവാ ക്രിസ്തുവിന് വെളിയിലുള്ളവർ, ഇതുവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാത്തവർ, ഇതുവരെ കർത്താവ് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ഏവരെ കുറിച്ചാണ് ഞാൻ അല്പമായിട്ട് ചില കാര്യങ്ങൾ പറയുവാൻ കൊണ്ട് ആഗ്രഹിക്കുന്നത്. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഈ 2-ാമത്തെ കൂട്ടരിൽ ക്രിസ്ത്യാനികളെന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിനെ കർത്താവായി അംഗീകരിക്കാത്ത ഏവരും, അല്പം കൂടെ തെളിച്ചു പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ മക്കളായി യഥാർത്ഥമായിരിക്കുന്ന ഒരു മാനസാന്തര അനുഭവം ഉണ്ടായിട്ടില്ലാതെ ചർച്ചയിൽ പോവുകയും വരികയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ടവരും 1-ാമത്തെ കൂട്ടരിലല്ല വരുന്നത്, 2-ാമത്തെ കൂട്ടരിലാണ്. അപ്പോൾ റോമർക്കെതിരെ 3-ാം അധ്യായം 25 ഇപ്രകാരം കാണുന്നുണ്ട്, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇത് 1-ാമത്തെ കൂട്ടരോടുള്ള ബന്ധത്തിൽ അവർ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആ കർത്താവിൽ ആ പാപത്തിൽ നിന്നുള്ള വിടുതൽ ലഭിച്ചിരിക്കുന്നുവെങ്കിൽ, 2-ാമത്തെ ഭാഗത്ത് സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണം. അപ്പോൾ അവർക്ക് എന്താണ് ചെയ്യേണ്ടത്? അവരെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചേ മതിയാകുള്ളൂ. മനുഷ്യനും ദൈവത്തിനുമിടയിൽ പാപം മൂലം ഉണ്ടായതായിരിക്കുന്ന അകൽച്ച മാറ്റുവാൻ, അതായത് പാപം മുഖാന്തരം ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദാമും ഹവ്വയും പാപം ചെയ്ത മുഖാന്തരം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയതായിരിക്കുന്ന അകൽച്ച മാറ്റുവാനായിട്ട് യേശു തൻ്റെ ജീവൻ ബലിയായി നൽകി. ഇതിലൂടെയാണ് ദൈവം നമ്മുടെ പാപത്തിൽ നമുക്ക് ക്ഷമ തരുന്നത്. ഈ ബലി സർവ്വലോകത്തിനും വേണ്ടിയാണ്, ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടിയുള്ളതല്ല. ലോകത്തിലുള്ള ഏത് മനുഷ്യനും യേശുവിലൂടെ ദൈവത്തോട് അടുക്കുവാൻ കഴിയും. കാൽവറിയിൽ ദൈവം തൻ്റെ പുത്രൻ കുടിയൊരുക്കിയ രക്ഷ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ്. ഇവിടെ ഒരു മതം വേറെയില്ല, ഒരു ജാതി വേറെയില്ല,
ഒരു വർഗം വേറെയില്ല, വർണ്ണം വേറെയില്ല. ഏത് പദവിയിലുള്ളവർക്കും ഏത് സ്ഥാനത്തുള്ളവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ബലിയിൽ കൂടി മാത്രമേ, ആ പ്രായശ്ചിത്ത ബലിയിൽ കൂടി മാത്രമേ രക്ഷ ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രക്ഷ ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൗജന്യമായിരിക്കുന്ന ഒരു ദാനമാണ്. ഇതൊരു സൗജന്യ ദാനമാണ്. പിതാവാൻ ദൈവം മനുഷ്യർക്ക്, അഥവാ പാപഭംഗിലമായി ജീവിക്കുന്ന മനുഷ്യർക്ക് രക്ഷയ്ക്ക് വേണ്ടി കൊടുത്തതായിരിക്കുന്ന ഈ ഇത് ഒരു ദാനമാണ്, ഒരു സൗജന്യ ദാനമാണ്. ഒരു പണം കൊടുത്ത് നമുക്കത് ലഭിക്കാൻ കഴിയുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്, തൻ്റെ ഏകജാതനായിരിക്കുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതിൻ്റെ 1:12 നാം കാണുന്നത് അവനെ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവർക്ക്. ഇവിടെ എല്ലാം നാം കാണുന്നത് കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ച് അങ്ങനെ രക്ഷ പ്രാപിക്കുവാൻ കൊണ്ട് കഴിയും എന്നുള്ള വസ്തുതയാണ് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നത്. അതായത് 3:18 നാം യോഹന്നാന്റെ സുവിശേഷം 3:18 പറയുന്നത്, അവനിൽ വിശ്വസിക്കുന്നതിന് ശിക്ഷയില്ല. അപ്പോൾ ശിക്ഷാവധിയിൽ നിന്നും നമുക്ക് വിടുതൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അതിൽ നിന്നൊരു നമുക്ക് രക്ഷ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ചെയ്തതായിരിക്കുന്ന പ്രായശ്ചിത്ത ബലിയിൽ നാം വിശ്വസിച്ചേ മതിയാകുകയുള്ളൂ. അവൻ മാത്രമാണ് പ്രായശ്ചിത്ത ബലിയായി തീർന്നിട്ടുള്ളത്. ഉലകത്തിൽ വേറെ കർത്താവായ യേശുക്രിസ്തു അല്ലാതെ മനുഷ്യനും ദൈവവുമായിട്ടുള്ള പാപമുഖാന്തരം വന്നതായിരിക്കുന്ന അകൽച്ചയിൽ നിന്ന് ഒരു പരിഹാരത്തിനായിട്ട് പ്രായശ്ചിത്ത ബലി നടത്തിയെന്നുള്ളത് ആരെയും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് മനുഷ്യനും ദൈവവുമായിട്ട് അകന്നുപോയതായിരിക്കുന്ന ആ ഒരു ഇതിൽ നിന്നും ദൈവത്തോട് അകറ്റുവാൻ വേണ്ടി ചെയ്തതായിരിക്കുന്ന പ്രായശ്ചിത്ത ബലി. ഇന്ന് ഞാൻ നിങ്ങളും ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ കർത്താവായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുക, അവനിൽ ആശ്രയിക്കുക. അവൻ ചെയ്തിട്ടുള്ളതായിരിക്കുന്ന ആ വലിയ പ്രായശ്ചിത്ത ബലിയിൽ വിശ്വസിച്ചുകൊണ്ട്, കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടി നീ കാൽവരി കുരിശിൽ മരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. നിനക്കും രക്ഷയുണ്ട്. നിനക്ക് വേണ്ടി കൂടിയാണ് കർത്താവായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് കാൽവരി കുരിശിൽ മരിച്ചത്. ഇന്നും ആ കർത്താവായ യേശുക്രിസ്തു നിന്നെ മാടി വിളിക്കുന്നു. ഇന്ന് നിനക്ക് സമയം തന്നിരിക്കുകയാണ്. ഇപ്പോൾ സുപ്രസാദകാലം, ഇപ്പോൾ രക്ഷാ ദിവസം. പ്രിയ സ്നേഹിത, ഇത് തന്നെ, ഈ സമയത്ത് തന്നെ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കുവാൻ കൊണ്ടുപോകാൻ കഴിയും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ മഹത്വപ്പെടുവാനാകട്ടെ. ആമേൻ.